uniform relativity does not imply function is equal to its function. And ഇവിടെ ചെയ്തത് root x minus root u. Numerator and denominator root x plus root u multiply. So numerator becomes this is x minus u. എങ്ങനെ കിട്ടി x minus u? അത് multiply a plus b a minus b ഫോർമുല വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അപ്പോ ഓക്കെയാണ് സാർ. അപ്പോ നമ്മള് inequality mod f of x minus f of u is mod x minus mod u. ഹലോ ഓക്കെ ആണല്ലോ? ഓക്കെ അപ്പൊ നമുക്ക് കിട്ടുക mod x minus u divided by mod x plus mod u. Okay, this is the condition. So there does not exist any k inside this condition. കാരണം ഇത് നമുക്ക് ഒരിക്കലും this is less than or equal to some k into mod x minus u എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഇത് ഡിനോമിനേറ്റർ ഉള്ള ടേം എന്ന് പറയുന്നത് mod x plus mod u ആണ്. നോക്കണം എക്സ് യു എന്നാണ് ക്ലോസ് ഇന്റർവൽ 0 to 2. അപ്പോ ക്ലോസ് ഇന്റർവൽ 0 to 2 നിയർ ടു ദിസ് 0.0 ദിസ് 1 by mod x plus mod 1 by root of x plus root u is unbounded. നമുക്ക് എക്സും യുവും വളരെ ചേർന്നാവുന്നതനുസരിച്ച് this quantity becomes larger and larger. So we cannot find any k satisfying this condition. Therefore, this function does not satisfy this Lipschitz function. But the given function is root x uniformly continuous. Okay, so this is the proof of this theorem. Converse part of that approach. Okay, അടുത്ത പ്രോബ്ലം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. So function x. X belongs to closed interval 1 infinity is Lipschitz function. നോക്കുക ചെറിയ വ്യത്യാസമാണ് കഴിഞ്ഞ ഫംഗ്ഷൻ. സെയിം ഫംഗ്ഷൻ തന്നെയാണ് റൂട്ട് എക്സ്. ഒരിടത്ത് അത് does not satisfy Lipschitz function, but here it satisfies Lipschitz function condition. നോക്കണം രണ്ടിന്റെ ഡൊമൈൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരിടത്ത് ക്ലോസ് ഇന്റർവൽ 0 to മറ്റടുത്ത് ക്ലോസ് ഇന്റർവൽ 1 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇന്റർവൽ. ഓക്കെ, ഈ കേസിൽ ഇത് Lipschitz ഫംഗ്ഷൻ ആണ്, പക്ഷെ 0-2 അത് Lipschitz ഫംഗ്ഷൻ അല്ല. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത അതേ ആർഗ്യുമെന്റ് തന്നെയാണ്. സോ ദിസ് വാല്യൂ ഈസ് 1/2. ഇതെങ്ങനെ കിട്ടി? 1/2. നമുക്കറിയാം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഗ്രേറ്റർ ദാൻ 1 ആണ്.
So root x is also greater than 1. Okay, root u is also greater than 1. അങ്ങനെയാണെങ്കിൽ root x plus root u is greater than, okay, greater than or equal to 2. അങ്ങനെയാണെങ്കിൽ 1 by root x plus root u is less than or equal to 1 by 2. Okay, that 1 by 2 is here. Clear ആണോ? ഓക്കെ ആണോ? Clear ആയി. Okay, sir. സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ ഒരിടത്ത് അത് ലിപിച്ചീഷ്യസ് ഫംഗ്ഷൻ ആണ്, വേറൊരിടത്ത് അത് ലിപിച്ചീഷ്യസ് ഫംഗ്ഷൻ അല്ല. അപ്പൊ നോട്ട് ചെയ്തോണം, വെറുതെ ഒരു ഫംഗ്ഷൻ കയറി അങ്ങോട്ട് ലിപിച്ചീഷ്യസ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റൂട്ട് എക്സ് ഒരു ഡൊമൈനിൽ ലിപിച്ചീഷ്യസ് ആണ്, വേറൊരു ഡൊമൈനിൽ അത് നോട്ട് ലിപിച്ചീഷ്യസ് ആണ്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. Therefore, this function is uniformly continuous on this interval. അത് എവിടെ നിന്ന് കിട്ടി? തൊട്ട് മുകളിലൊക്കെ എത്തിയണം. Every Lipschitz function is uniformly continuous. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് പഠിക്കണം, ഈ ഒരു സെക്ഷൻ. ഇതും നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. Okay, now we can see that root x is uniformly continuous on 0 infinity. 0 infinity ആണ് closed interval. Okay, 0 1 union 1 infinity. Okay, സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അടുത്ത തിയറം, ഇത് ഒരു തിയറമാണ്, ഇമ്പോർട്ടന്റ് തിയറമാണ്, സിമ്പിൾ തിയറമാണ്. ഓക്കെ, ആ തിയറം പറയുന്നത് f uniformly continuous on A, uniformly continuous ആണ്. Xn is a Cauchy sequence in A, then the image of that sequence is also Cauchy sequence. എന്താ റിസൾട്ട് പറയുന്നത്? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ഇമേജ് ഓഫ് എവരി Cauchy sequence is also a Cauchy sequence. അങ്ങനെ വേണം തിയറം പഠിക്കാൻ. എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ മാത്രം ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് Cauchy sequence in A, then the image of that sequence f of xn is also the Cauchy sequence in R. Okay, and the proof, given that f is uniformly continuous, so for each epsilon, the definition of this uniform continuity, here data depends fully on this epsilon, and this is true for all x comma u belongs to A. Now, xn is a Cauchy sequence in A. xn Cauchy sequence. So for each epsilon, for each delta greater than 0, we can find a positive integer h delta such that this condition holds, and this is true for all n. എവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നത്? Cauchy sequence ഡെഫിനിഷൻ ആണ്. Cauchy sequence ഡെഫിനിഷൻ എന്താ പറയുന്നത്? നമ്മൾ ഇങ്ങനെ ഡെൽറ്റ എന്ന് ഉപയോഗിച്ചല്ല പഠിച്ചേക്കുന്നത്. നമ്മൾ പഠിച്ചേക്കുന്നത് xn is said to be Cauchy sequence, so we can find a positive integer n such that mod xn minus xm is less than epsilon for all n m greater than h. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. നമ്മളിത് ഡെൽറ്റയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. For each delta there exists a positive integer h delta. Okay, ആ h ഡെൽറ്റയേക്കാൾ വലുതായിരിക്കും ഈ n-ന്റെ m-ന്റെ വാല്യൂ. So this is the definition of the Cauchy sequence. Okay, given that this mod xn minus xm is less than delta, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ യൂണിഫോം കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്? So from the definition of uniform continuity, ഈ ഒരു കണ്ടീഷൻ നേരെ അപ്ലൈ ചെയ്താൽ മതി. ഇത്ര കിട്ടും, mod f of xn minus f of xm is less than epsilon for all nm greater than or equal to h delta, which shows that this f of xn is a Cauchy sequence in R.
മനസ്സിലായോ? ഈ പ്രൂഫ് മനസ്സിലായി ഞാനിത് പറഞ്ഞത്? അതൊന്നും വലിയ പ്രയാസമുള്ള പ്രൂഫ് അല്ല, പക്ഷെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ സംഗതി കുഴച്ചിലായി. അതുകൊണ്ട് ശ്രദ്ധിച്ചു പഠിക്കാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി സാർ. ഓക്കെ, അപ്പോ അതാണ് യൂണിഫോം കണ്ടിന്യൂറ്റി കോഷി സീക്വൻസ് തമ്മിലുള്ള കണക്ഷൻ. Okay, using the above theorem, we can show that this f of x is equal to 1 by x. X in the value is 0 less than x equal to 1. X is less than 1 is not uniformly continuous on 0, 1. നമ്മൾ ഇതൊക്കെ നേരത്തെ പ്രൂവ് ചെയ്താണ്. ഇങ്ങനത്തെ ഫംഗ്ഷൻ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ റിസൾട്ട് വെച്ച് വേണമെങ്കിൽ നമുക്ക് എളുപ്പം പ്രൂവ് ചെയ്യാം. അപ്പൊ നോക്കാം, ഒരേ പ്രോബ്ലം തന്നെ പല തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ഏതാണ് ഇപ്പൊ വെറുതെ ചോദ്യം പറയുകയാണ്. ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ f of x is equal to 1 by x. X lies between 0 and 1 is not uniformly in sort. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് എത്രയോ ഈ ഡൊമൈൻ ക്ലോസ് ഇന്റർവൽ 0, 1 ആ കോഷി സീക്വൻസ് എന്ന് പറയുന്നത് 1 by n. x is equal to 1 by n. 1 by n ന്റെ വാല്യൂ എപ്പോഴും ലൈസ് ബിറ്റ്വീൻ 0 and 1. ക്ലോസ് ഇന്റർവൽ 0, 1. ഇത് കോഷി സീക്വൻസ് ആണ്. But the image of this sequence, f of x and 1 f of 1 by n, x1 റെസിപ്രോക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ 1 by n റെസിപ്രോക്കൽ ആണ് ഇവിടെ n. Okay, so that is okay. So 1 by n, that will be equal to n. That is equal to എന്ന് പറയുന്നത് എന്താ, അത് ഇന്റീജർ ആണ്. അതൊരിക്കലും എന്താവില്ല, ഇറ്റ്സ് നോട്ട് എ സീക്വൻസ്. അറിയാം 2, 3, 4 എക്സെട്ര അങ്ങനെ പോവാം. അതുകൊണ്ട് എന്താ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് that means that's equal to n is not a Cauchy sequence. Okay, therefore this shows that this function is not uniformly continuous on this closed interval 1. Contradiction assume ചെയ്തോണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. Assume that it is uniformly continuous. Uniformly continuous ആയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കുന്നു, every sequence has taken into another Cauchy sequence f of xn in the domain of the codomain of that function. അതുകൊണ്ട് this function is not uniformly continuous. Okay, clear ആണോ? Okay, sir. Okay. Next, ഈ തിയറം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് ഞാനത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രൂഫ് അത്ര വലിയ പ്രയാസമുള്ള പ്രൂഫ് അല്ല. കുറച്ച് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രൂഫ് പഠിക്കാൻ പറ്റും. ഇത് കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വേണം, കണ്ടിന്യൂസ് ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു തിയറമാണ്. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഡൊമൈൻ വലുതാക്കുന്ന കാര്യമാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി. ഇവിടെ തിയറം എന്താ പറയുന്നത്? എ ഫംഗ്ഷൻ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ഇഫ് ആൻഡ് only if it can be defined at endpoint a and b such that extended function is continuous on closed interval a. എന്താണ് ഇതിന്റെ മീനിങ്? എന്താണ് ഇതിന്റെ മീനിങ്? എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺലി ഓൺ ദിസ് ഓപ്പൺ ഇന്റർവൽ ഏരിയ. ഓക്കെ, അത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. ഞാൻ തൽക്കാലം ഒരു സൈഡ് മാത്രം പറയുകയാണ്. യൂണിഫോംലി കണ്ടിന്യൂസ് ആണെങ്കിൽ ദിസ് ഫംഗ്ഷൻ ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് ദ എൻ പോയിന്റ്. എൻ പോയിന്റ് ഇപ്പൊ ആക്ച്വലി ഡിഫൈൻഡ് അല്ല എയിലും ബിയിലും, അല്ലെ? ആ എയിലും ബിയിലും നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, എക്സ്റ്റൻഡഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ ദിസ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി implies
this function can be extended to the endpoints A and B such that the extended function is continuous on AB. Any continuous function on closed interval AB implies the function is uniformly continuous on the open interval. Point കാര്യങ്ങൾ നമ്മൾ uniformly continuous എന്ന് പറയുന്നത് that is global in nature ആണ്. അപ്പൊ നമ്മൾ ഒരു പോയിന്റിലല്ല യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത്, യൂണിഫോം കണ്ടിന്യൂറ്റി ഓവർ ആൻ ഇന്റർവൽ ഓൺ ആൻ ഇന്റർവൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻ തിയറം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. ഓക്കെ, given f is uniformly continuous on this closed interval. Okay, and trivially it is uniformly continuous on open interval. Closed interval AB യിൽ uniformly continuous ആണെങ്കിൽ open interval AB യിലും uniformly continuous. Okay, conversely asking that if is uniformly continuous on the ഇത് നെസറി പാർട്ട് സഫിഷ്യന്റ് പാർട്ടും ആണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ആക്ച്വലി ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഞാൻ ഈ രണ്ടാമത് പറയുന്നതാണ് ഫസ്റ്റ് പാർട്ട്. അസ്യൂം ദാറ്റ് if is uniformly continuous on open interval AB. Okay, നമ്മൾ ഇനി പറയാൻ പോകുന്നത് this function is uniformly continuous on the closed interval AB ആയിട്ട് ഇതിനെ extend ചെയ്യാം. Now we will extend this function to the endpoints A and B. Okay, consider the sequence xn in open interval AB with limit A. Okay, നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ ഒരു ഇന്റർവെല്ലില് ഓക്കെ എ ബിയില് നിങ്ങൾക്ക് സീക്വൻസ് എടുക്കാൻ പറ്റും. ഞാൻ എടുക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് A+1/n. ആലോചിച്ച് നോക്കാം, ഈ എക്സൻ എങ്ങോട്ടേക്കാ പോവുക? as n tends to infinity അങ്ങോട്ടേക്ക് പോകും, that tends to A. കാരണം this 1/n tends to 0 as n tends to infinity. അതുപോലെ തന്നെ നമുക്ക് yn tending to B ആയിട്ടും എടുക്കാം. എന്തായിരിക്കും അറിയാം? എങ്ങനെ എടുക്കണം? yn tending to B, ഇതാണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, എങ്ങനെ എടുക്കും? Take this yn as B minus 1/n. Okay, B minus 1/n. B minus 1/n എടുക്കാൻ എന്തിനാ അറിയാമോ? B minus 1/n എടുത്തെങ്കിലേ എവിടെ ഉണ്ടാവുള്ളൂ? എയിൽ ഉണ്ടാവുള്ളൂ. A+1/n എടുത്തെങ്കിലേ എവിടെ ഉണ്ടാവുള്ളൂ? സീക്വൻസ് എയിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഈ രണ്ട് സീക്വൻസ് എയിലെ സീക്വൻസാ. ഒരിടത്ത് A+1/n മറ്റിടത്ത് B minus 1/n. And as n tends to infinity, yn tends to B. Clear അല്ലേ? ക്ലിയർ ആയി സർ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ചെയ്തിരിക്കുന്നതാണ് xn is a Cauchy sequence in closed open interval AB. Okay, ഞാൻ പറയുന്നത് sequence in AB with the limit that xn is equal to A. Now, xn is a Cauchy sequence in AB. കാരണം xn എന്ന് പറയുന്നത് ഒരു convergent sequence ആയതുകൊണ്ട് it should be Cauchy sequence. Every convergent sequence is Cauchy sequence. Therefore, xn is a Cauchy sequence in open interval AB. So, by the previous theorem, f of xn is also a Cauchy sequence. കാരണം എന്താ, നമ്മൾ assume ചെയ്തേക്കുന്നതാണ് f is uniformly continuous ആയതുകൊണ്ട് every Cauchy sequence has taken into a Cauchy sequence. Okay, therefore f of xn is also a Cauchy sequence. So it is a convergent sequence. Every Cauchy sequence is convergent and converges to a limit L. Therefore, limit of this f of xn is equal to L. എന്താണ് മനസ്സിലായോ? അത് ക്ലിയർ ആക്കണോ ഒന്നുകൂടെ? xn എങ്ങോട്ടേക്ക് പോവുക? xn converges to A. Okay, f is uniformly continuous, which implies f of xn is also Cauchy sequence. Okay, every Cauchy sequence is a convergent. f of xn is convergent കാരണം Cauchy sequence എല്ലാം convergent ആയിരിക്കും, which implies this f of xn converges to some limit L as n tends to infinity. Okay, clear? അപ്പൊ എന്താണ്? Therefore, limit f of xn is equal to L. ക്ലിയർ ആണോ? ക്ലിയർ സർ. ഓക്കെ, അതേപോലെ u in this another sequence converges to A. ഈ ലിമിറ്റ്
ഓക്കെ, അതെങ്ങനെ നമുക്ക് എടുക്കാം? ഞാൻ ഇപ്പൊ പറഞ്ഞത് എക്സിന്റെ സ്ഥാനത്ത് യുവൻ എടുക്കാം. വേറൊരു സീക്വൻസ് എടുത്താൽ മതി. ഏതാണെന്ന് അറിയാമോ? എ പ്ലസ് 2/n എടുത്താൽ എന്തായിരിക്കും? യുവൻ ടെൻസ് ടു എ. യുവൻ എവിടുത്തെ എലമെന്റ് ആണ്? ഓപ്പൺ എ ബിയിൽ. ക്ലിയർ അല്ലേ? എത്ര സീക്വൻസ് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അനദർ സീക്വൻസ് un in this AB and that converges to A. Okay, the limit of xn minus un, that will be equal to limit of xn minus limit of un. Limit of xn is a, limit of un is also a, so a minus a is equal to 0. So limit xn minus un is equal to 0. Now given that f is uniformly continuous on this closed open interval AB, therefore limit f of un is equal to limit f of un minus f of xn plus f of xn add ചെയ്തു, minus ചെയ്തു. Okay, now apply the limit to these two functions. Okay, so we get limit un minus limit fn f of xn plus limit of xn, so that's equal to 0 and this is u. Therefore the limit of this function is also the same L. Okay, f of x ന്റെയും f of u ന്റെയും ലിമിറ്റ് രണ്ടും സെയിം ആണ്. Okay, so for every sequence in the open interval AB that converges to A, the image sequence also converges to the same limit L. Okay, therefore we can define this f of A as that L, limit of that sequence. Okay, therefore this function is continuous at A. Okay, similarly we can show that this function is continuous at B. ഞാൻ റൈറ്റ് സൈഡിൽ എടുക്കുന്ന ലിമിറ്റ്, പക്ഷെ എടുക്കുമ്പോൾ ഇങ്ങനെയല്ല എടുക്കുന്നത്, ഞാൻ ഈ കാണിച്ച മാതിരി നിങ്ങൾ വേണം എടുക്കാൻ. ഓക്കെ, yn ചൂസ് ചെയ്യുമ്പോൾ തന്നെ yn ചൂസ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ചൂസ് ചെയ്തായിരുന്നല്ലോ, yn ഇതേമാതിരി വേണം നിങ്ങൾ yn ചൂസ് ചെയ്യാം. yn is b minus 1/, എങ്കിലേ ഇത് എവിടെ ഉണ്ടാവുള്ളൂ? that belongs to a യിൽ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? Okay, similarly we can show that this function is continuous at B also. Therefore f has a continuous extension to the closed interval AB. കാരണം ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലെ എൻ പോയിന്റിൽ മാത്രം കടിച്ചു നോക്കിയാൽ മതി. മറ്റേ ഓപ്പൺ ഇന്റർവൽ ഫംഗ്ഷൻ ഓൾറെഡി യൂണിഫോംലി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് ട്രിവിയലി കണ്ടിന്യൂസ് ഓൺ ദിസ് ഓപ്പൺ ഇന്റർവൽ എ ബി. എൻ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇത്രയും സ്റ്റെപ്പിൽ function is continuous at A and B എന്ന് പ്രൂവ് ചെയ്തത്. Okay, so this is called continuous extension theorem. Okay, clear ആണോ? Okay, sir. Okay, ഞാൻ രണ്ട് പ്രോബ്ലം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. f of x is equal to sin 1/x, x belongs to open interval 0 closed B is not uniformly continuous. G of x is equal to x sin 1/x, same domain ആണ്, is uniformly continuous ആണ്. നോക്കണം, രണ്ട് ഫംഗ്ഷനെ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു എക്സ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. ഈ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് 30 ക്ലാസ്സിലൊക്കെ ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അടുത്ത ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഔട്ട്ലൈൻ പ്രൂഫ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഈ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടന്റ് ഒരു സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഈ അപ്രോക്സിമേഷൻ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇത് എനിക്കറിയില്ല അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ഞാൻ എല്ലാം നിങ്ങളെടുത്ത് പഠിപ്പിച്ചിട്ട് പോകാനായിട്ട് നടക്കില്ല. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ഒന്ന് ഈ തിയറം നോക്കി പഠിക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാ ഫംഗ്ഷനെയും നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് അപ്രോക്സിമേറ്റ്. ഞാൻ ജസ്റ്റ് അതിന്റെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ ഇതാണ് ഇന്റർവൽ എ ബി. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ വെച്ചോളി. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. I closed interval, bounded interval, f is from
I to R is a continuous function, then there must exist a step function, same domain such that this difference f of x minus s epsilon of x step function അത് തമ്മിൽ വളരെ അടുത്താണ് എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ കേസ്. അപ്പൊ നമ്മൾ പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്റ്റെപ്പിന്റെ അതേ ഷേപ്പിൽ പോകുന്ന ഫംഗ്ഷനാണ്. നിങ്ങൾ നോക്കിയാൽ ഇത് A1, ഇത് A2, ഇത് A3. ഓക്കെ, ഇത് C1, C2, C3. നമ്മൾ നോക്കിയാൽ ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് എയുടെയും A1ന്റെയും ഇടയിൽ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് C1, A2ന്റെയും A1ന്റെയും A2ന്റെയും ഇടയിൽ ഫംഗ്ഷൻ വാല്യൂ C2. Then A2, A3 ഫംഗ്ഷൻ വാല്യൂ is C3. ഇതിനെ പറയുന്ന പേര് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോ ഇതിനെ നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ഈ വരച്ചേക്കുന്ന ഈ ഫംഗ്ഷനെ ഇത് ചെയ്യാം, നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ ഇത് ഇങ്ങനെ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ എന്നിട്ട് എന്ത് അറിയോ, ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ നമ്പർ ഓഫ് സബ് ഇന്റർവൽസ് അത് കൂട്ടുമ്പോ ഈ ഒറിജിനൽ ഫംഗ്ഷനും ഈ സ്റ്റെപ്പ് ഫംഗ്ഷനും ദേ ആർ ഈക്വൽ ടു ഈച്ച് അതർ, ആ തരത്തിലേക്ക് ഇത് വരും. ഓക്കെ, അതാണ് ഞാൻ ഈ പറഞ്ഞ തിയറം. ഇത് നിങ്ങൾ വായിച്ചു പഠിച്ച് നോക്കുക. എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ടു എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദ തിയറം. ഓക്കെ, ഞാൻ അതിന്റെ ഒരു പ്രൂഫൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു പ്രത്യേകത. ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ നിങ്ങൾ നോക്കിയില്ലേ, ഞാൻ സ്റ്റെപ്പ് ഫംഗ്ഷനില് നിങ്ങൾ നോക്കിയാൽ ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ എന്ന് കണ്ടിന്യൂസ് അല്ല. ഈ ഇന്റർവെല്ലില് ഓരോ സെപ്പറേറ്റ് ഇന്റർവെല്ലില് കണ്ടിന്യൂസ് ആണ്. അതേസമയം A1ൽ കണ്ടിന്യൂസ് അല്ല, A2ൽ കണ്ടിന്യൂസ് അല്ല, A3ൽ കണ്ടിന്യൂസ്. കാരണം ഇവിടെ എല്ലാം ബ്രേക്ക് ഉണ്ട് ആ ഗ്രാഫില്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇത് വരച്ചേക്കുന്നതിനകത്ത് ഇങ്ങനെ മേലോട്ടൊരു ലൈനാ വരച്ചേക്കുന്നത്, മേലത്തെ ലൈൻ ഇല്ല. ആക്ച്വലി ഇങ്ങനെയാണ് പോവുക. ഓക്കെ, ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണ്? ഈ പറയുന്ന സ്റ്റെപ്പ് റൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ. A1ലുണ്ട്, A2ലുണ്ട്, എയിലും ഉണ്ട്. എയിൽ നമ്മൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ്. A3 ഇവിടെ എല്ലാം ബ്രേക്ക് ഉള്ളതാണ്. ഓക്കെ, ഇങ്ങനത്തെ ഫംഗ്ഷന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. സ്റ്റെപ്പ് ഫംഗ്ഷൻ ഈ പറയുന്ന പോയിന്റുകളിലാണ് അത് ഡിസ്കണ്ടിന്യൂസ്. ബാക്കി പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആകാണ്ട് ഈ പോയിന്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പോയിന്റിൽ ഇവിടെ കണ്ടിന്യൂറ്റി ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് പീസ് വൈസ് കണ്ടിന്യൂസ് എന്നാണ് പറയുക ഈ ഫംഗ്ഷൻ. അപ്പോ സ്റ്റെപ്പ് ഫംഗ്ഷൻസ് എല്ലാം അപ്പൊ എന്തായിരിക്കും? പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതാണ് നമ്മുടെ ഈ സെക്ഷനിൽ വരുന്നത്. ഞാനത് തൽക്കാലം അതിലേക്ക് അത്ര കൂടുതലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അടുത്ത നമ്മള് ഇവിടെ വേറെ ഇൻക്രീസിങ് ഫംഗ്ഷന്റെ criteria for continuous increasing function jump. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ക്രൈറ്റീരിയ ഫോർ കണ്ടിന്യൂറ്റി ഓഫ് എ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, ഇത് ജമ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന്റെ ജമ്പ് എന്നുള്ളത് എന്താണ്? ബേസിക്കലി നമുക്കത് അത്ര വലിയ പ്രയാസമുള്ള ഒരു പോർഷൻ അല്ല. ഓക്കെ, തിയറം മാത്രം ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നില്ല. തിയറത്തിന് സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, പ്രൂഫ് ഇല്ല. എന്താണ് പറയുന്നത്? I is a subset of R. F is from I to R is an increasing function. C belongs to I, not an endpoint of this endpoint ആവാൻ പാടില്ല. Then the following conditions are equivalent condition. ഒന്നാമത്തെ condition, F is continuous at C. രണ്ടാമത്, the left hand side
limit and the right hand side limit both are equal to f of c. മൂന്നാമത്തെ condition, supremum of this function f of x less than c will be equal to f of c, and that will be equal to infimum of this f of x, but x is greater than c. ഇത്രയും കാര്യങ്ങളാണ് ഇക്വലന്റ് ആയിട്ട് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ. ഓക്കെ, ഇത് ഒരു ക്രൈറ്റീരിയ ഫോർ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻസിന്റെ ഇക്വലന്റ് കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്, എഫ് ഈസ് കണ്ടിന്യൂസ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും ബോത്ത് ആർ ഈക്വൽ ആൻഡ് ദ കോമൺ വാല്യൂ ഈസ് എഫ് ഓഫ് സി. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ, സുപ്രീമം ഓഫ് ദിസ് ഫംഗ്ഷൻ, ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, എക്സ് ഈസ് ലെസ് ദാൻ സി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു infimum of this f of x, where x is greater than c. Okay, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ജമ്പ് ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഇതൊക്കെ ചോദിക്കാറുള്ള ഈ ഡെഫിനിഷനൊക്കെ സാധനം വരാറുള്ള ജമ്പ് ഓഫ് എ ഫംഗ്ഷൻ. ജമ്പ് നമ്മള് നമുക്കറിയാം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഫംഗ്ഷന്റെ ജമ്പ് ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് ചാടിക്കായി. അതുപോലെ ഓക്കെ, ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളൂ. ഇഫ് f is from I to r is an increasing function on I, c is not an endpoint of this interval I, then we define the jump of this function at c as, then denote ചെയ്യുന്നത് j underscore f underscore അല്ല, നമ്മൾ സഫിക്സിൽ f at c, jump of this function at c, അതിന്റെ meaning that is equal to the right side limit of this f of x minus the left side limit of this f of x. Okay, അല്ലെങ്കിൽ can be also defined as and തൊട്ട് മോളിൽ പറഞ്ഞേക്കുന്ന ആ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് infimum. Okay, and this is called jump of this function. And jump in the case of this endpoint, ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് c is not an endpoint of this interval. ഈ endpoint ആണ് എങ്കിൽ അതിന്റെ ജമ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഈ തരത്തിലാണ്. ഓക്കെ, ഇതാണ് ജമ്പ്. ഓക്കെ, ഈ ജമ്പ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഞാൻ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ദ കേസ്. എന്താ പ്രത്യേകത, ഇത് ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, അതിന്റെ ഇൻ ബിറ്റ്വീൻ എൻ പോയിന്റ് അല്ലാത്ത ഒരു സി ആണെങ്കിൽ ഈ സിയില് ജമ്പ് ഉണ്ടാവുന്നത് എവിടെയാണ്, ഇവിടം വരെ കണ്ടിന്യൂസ് ആണ്. സിയില് അടുത്തത് എവിടെയാ, സിയുടെ റൈറ്റ് സൈഡില് ഫംഗ്ഷൻ ഒരു വേരിയേഷൻ വന്നത്, ബ്രേക്ക് വന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മൾ ജമ്പ് എന്ന് പറയാം. നമ്മളിത് സ്റ്റെപ്പ് ഫംഗ്ഷനകത്തൊക്കെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് വരുന്നത്. നമ്മൾ ഇവിടുത്തെ ജമ്പുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അറ്റ് A1 നമ്മൾ നോക്കിയാല് ഒരു ജമ്പ് ഉണ്ട്. എന്താണ് ജമ്പ്? ദിസ് ഈസ് ദ ഹൈറ്റ്. ഈ ഡിഫറൻസ് ആണ്, അതിന് പറയുന്ന പേരാണ് ജമ്പ്. ഇവിടുത്തെയോ അടുത്ത A2 ദിസ് ഈസ് ദ ഹൈറ്റ് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസിന് പറയുന്ന പേരാണ് ജമ്പ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അവിടെ ഞാൻ ക്ലിയർ ആക്കാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് സി. ഓക്കെ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഈ ഡിഫറൻസ് ആണ് ആക്ച്വലി ജമ്പ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് അറ്റ് സി എന്ന് പറയാം. അപ്പൊ ചില ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിന്റെ ജമ്പ് കണ്ടുപിടിക്കാം എന്നുള്ളത് ചോദിക്കാം. അപ്പൊ ജമ്പ് എന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. എ പാർട്ടിലൊക്കെ സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഇനി എൻ പോയിന്റിലും ജമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് എൻ പോയിന്റ് ആണെങ്കിൽ നമ്മൾ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ടെൻസ് ടു എ പ്ലസ് മൈനസ് എഫ് ഓഫ് എ. റൈറ്റ് എൻ പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഞാനിവിടെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. ഫൈൻഡ് ജെ എഫ് ഓഫ് 0 and jf1 and jf2 if f of x is defined by 0 to 2 and the function is defined by f of x is equal to x square. ഓക്കെ, നിങ്ങൾ വീട്ടിൽ പോയി ഈ ഐറ്റം ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ അത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്, രണ്ട് ലിമിറ്റ് വാല്യൂ ചെയ്താൽ മതി. റൈറ്റ് സൈഡ് ലിമിറ്റും ലെഫ്റ്റ് സൈഡ് ലിമിറ്റും എടുക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കാം. ഒരു കാര്യം മനസ്സിലാവും,
കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജമ്പ് എപ്പോഴും 0 ആയിരിക്കും. അല്ലാതെ ബ്രേക്ക് ഉള്ളിടത്ത് മാത്രമേ ഉള്ളൂ ജമ്പ് നോൺ 0 വരുന്നത്. അത് നിങ്ങൾ ഈ ഒരു പ്രോബ്ലത്തെ ഒന്ന് നിങ്ങൾ ജമ്പ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഓരോ കേസിനും ജമ്പ് എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, തൽക്കാലം ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയാണ്. ബാക്കി നമുക്ക്